ഹായ്, വെൽക്കം ടു മല്ലൂസ് കാർസ്. നമ്മൾ സെയിലായിട്ട് എത്തിച്ചിരിക്കുന്നത് 4 ലോ ബഡ്ജറ്റിൽ വരുന്ന 4 വാഹനങ്ങളാണ്. 2009 മോഡൽ റിഡ്സ് വരുന്നുണ്ട് 1,79,000 രൂപയുടെ. അതുപോലെ തന്നെ 2007 മോഡൽ ഇന്നോ വരുന്നുണ്ട് 2,90,000 രൂപയുടെ. അതുപോലെ തന്നെ 2010 മോഡൽ വാഗനാർ വരുന്നുണ്ട്, പ്രൈസ് വരുന്നത് 1,98,000 രൂപയാണ്. അതുപോലെ തന്നെ 2011 മോഡൽ വാഗനാർ വരുന്നുണ്ട് 2 ലക്ഷം രൂപയാണ്. ഈ വാഹനത്തിന്റെ 4 വാഹനത്തിന്റെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതാത് ഓണറുടെ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാവുന്ന വാഹനം 2011 മോഡൽ വാഗനാറാണ്. വാഗനാർ 2011 മോഡലാണ്. അതുപോലെ തന്നെ VXI ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് 88,000 കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസിലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് കീ അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ ഹോൾഡ് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹോൾഡ് ഡോർ മിറർ വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 2,25,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഇടാം, കോൺടാക്ട് ചെയ്യുക. 2011 മോഡൽ വാഗനാർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വെറും 88,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. യാതൊരു ആക്സിഡന്റ് ഹിസ്റ്ററിയോ പെട്ടോ ഒന്നുമില്ലാത്ത വാഹനമാണ്. ഈ വാഹനത്തിന് മൈലേജ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത് 18-19 കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു വാഹനമാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ മലപ്പുറമാണ്. അടുത്ത വാഹനം വരുന്നത് 2006 മോഡൽ ഇന്നോവയാണ്. ഈ വാഹനം 2006 ഡെലിവറി ചെയ്തിട്ടുള്ള ഇന്നോവയാണ്. 2007 ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2027 വരെ റിന്യൂഡ് ഫിറ്റ്നസ് ഉണ്ട് ഈ വാഹനത്തിന്. പുതിയ 4 ടയറുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നോവ G4 ആണ് ഓപ്ഷൻ വരുന്നത്. അതുപോലെ RC ഓണർ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 2 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട്. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള വാഹനമാണ്. പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല 7 സീറ്റാണ് വാഹനം വരുന്നത്. നല്ല സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. ലെതർ റാപ്പായിട്ട് സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 2,99,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2006 മോഡൽ ഇന്നോവയാണ്. 2007 രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2027 വരെ പേപ്പറുള്ള 4 പുതിയ ടയറുകളുള്ള ഇന്നോവയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 2,99,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2009 മോഡൽ റിഡ്സ് ആണ്. റിഡ്സ് VDI ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഈ വാഹനം 2009 രജിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ 3ാമത്തെ ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. ഈ വാഹനം സഞ്ചരിച്ച് 1 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട്. അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള ബൈക്കിലാണ്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 1,79,000 രൂപയാണ്. ഈ വാഹനത്തിന്റെ ഓപ്ഷനുകൾ നോക്കുന്നുണ്ടെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയറുകൾ 60% മേലെ ടയർ ഭാഗങ്ങളുണ്ട്. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 1,79,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം വരുന്നത് 2010 മോഡൽ വാഗനാറാണ്. ഈ വാഹനം 2010 രജിസ്റ്ററിലുള്ള വാഗനാർ LXI ആണ് വേരിയന്റ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 91,000 കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം. നല്ല പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന വാഗനാറാണ്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 1,98,000 രൂപയാണ്. LXI ബേസ് വേരിയന്റ് ആണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് സുൽത്താൻ ബത്തേരിയാണ്. വില ഉദ്ദേശിക്കുന്നത് 1,98,000 രൂപയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ഈ വാഹനത്തിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്.